നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 5 വെള്ളിയാഴ്ച തിരുവോണമാണ്. ഏവർക്കും തിരുവോണ ദിനാശംസകൾ. എല്ലാവരും ഓണത്തിന്റെ ആഘോഷത്തിൽ തന്നെ ആയിരിക്കും എന്നറിയാം. വീണ്ടും ഹയർ ലെവലിൽ നല്ല ഒരു സെല്ലിംഗ് പ്രഷറാണ് ഇന്നലെയും കാണാൻ കഴിഞ്ഞത്. ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നതാണ് 24,918 ആ ഒരു ഹൈ ടച്ച് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഇനിയൊരു അപ്പ് മൂവ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ ആ അപ്പ് മൂവ് നമുക്ക് ലഭിച്ചില്ല. നല്ല സെല്ലിംഗ് പ്രഷറായിരുന്നു ഇന്നലെയും കാണാൻ കഴിഞ്ഞത്. ഇന്നത്തെ മറ്റ് പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് ആയിട്ടുള്ള വാർത്തകളിലേക്ക് വന്നാൽ, പ്രസിഡന്റ് ട്രംപ് ഇന്ത്യൻ കയറ്റുമതികളിൽ 25% അധിക താരിഫ് ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ 50% താരിഫാണ് ഏർപ്പെടുത്തുന്നത്. ഇത് ബിസിനസ് സാഹചര്യങ്ങളെ വെല്ലുവിളി നിറഞ്ഞതാക്കുമെന്നും 2025 സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിലും മൂന്നാം പാദത്തിലും GDP വളർച്ചയിൽ അലയൊലികൾ സൃഷ്ടിക്കാനും ഇടയുണ്ടെന്ന് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി ആനന്ദ നാഗേശ്വരൻ പറഞ്ഞു. ഇപ്പോഴത്തെ US ഭാഗത്തു നിന്നുള്ള താരിഫ് നീക്കം താൽക്കാലികമാണെന്നും US ഭാഗത്തു നിന്നും പുനഃക്രമീകരണം ഉണ്ടായിരിക്കും എന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. ഇതുകൂടാതെ GST വെട്ടിക്കുറയ്ക്കലുകൾ, സമീപകാല GST നിരക്ക് കുറയ്ക്കലുകൾ ആഭ്യന്തര ഉപഭോഗം വർദ്ധിപ്പിക്കുമെന്നും കയറ്റുമതി നഷ്ടം ഇത് ഭാഗികമായി നികത്തുമെന്നും അദ്ദേഹം പറയുന്നു. താരിഫുമായി ബന്ധപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് കൂടിയുള്ളത്, താരിഫിനെ സംബന്ധിച്ച് ഒരു ന്യായീകരണം ഇപ്പോൾ US ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു. അന്താരാഷ്ട്ര അടിയന്തര സാമ്പത്തിക അധികാര നിയമപ്രകാരമാണ് ഇന്ത്യക്കെതിരെ 50% തീരുവ ഏർപ്പെടുത്തിയത് എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. US അവരുടെ സുപ്രീം കോടതിയാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. ഉക്രൈനിൽ സമാധാനം സ്ഥാപിക്കുന്നതിനും റഷ്യയുടെ യുദ്ധത്തിൽ നിന്നുള്ള മുൻപ് നിലവിലുള്ള ദേശീയ അടിയന്തരാവസ്ഥ പരിഹരിക്കുന്നതിനുമായി ട്രംപിന്റെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ താരിഫ് രൂപീകരിച്ചതെന്നാണ് അദ്ദേഹം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു മുഖ്യമായിട്ടുള്ള വാർത്ത കൂടിയുള്ളത്, ചെറിയ കാറുകളുടെ GSTയിൽ കുറവുണ്ടായിരിക്കുന്നു. 28 മുതൽ 31% വരെയുള്ള താരിഫ് ഇപ്പോൾ 18% കുറച്ചിരിക്കുന്നത്. അതായത് 8.5 മുതൽ 9% വരെ കാറുകളുടെ വില കുറയും എന്നാണ് അനുമാനിക്കുന്നത്. നമ്മൾ സാധാരണക്കാരുടെ കാറായിട്ട് ഓൾട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഏകദേശം 40,000 മുതൽ 50,000 വരെയുള്ള ഒരു വിലക്കുറവായിരിക്കും ഉണ്ടായിരിക്കുക. വാഗ്നറിന് 60,000 മുതൽ 70,000 രൂപ വരെ വില കുറയും. ഇനി വലിയ കാറുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ GST ഇപ്പോൾ 40%. മുൻപ് അത് 43 മുതൽ 50% അതായത് വലിയ കാറുകളുടെ കാര്യത്തിൽ GSTയിൽ വലിയ കുറവ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക്. പ്രധാനപ്പെട്ട പ്രതിമാസ തൊഴിൽ റിപ്പോർട്ടിന് തൊട്ടു മുന്നേയായി US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന പ്രതീക്ഷകൾ കാരണം വീണ്ടും US മാർക്കറ്റുകൾ റെക്കോർഡ് ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഇന്നലെ US ടെക്നോളജി സ്റ്റോക്കുകൾ നല്ല നേട്ടമുണ്ടാക്കി. ബ്രോഡ്കോം, ആമസോൺ, മെറ്റ പ്ലാറ്റ്ഫോം എന്നിവയെല്ലാം 1% മുകളിൽ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് US സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഡാറ്റ പുറത്തു വരാനിരിക്കുകയാണ്. അത് ഓഗസ്റ്റ് മാസത്തെ നോൺ ഫാം പേറോൾ റിപ്പോർട്ടാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ് 0.30% ഇടിവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. വിപ്രോ 1% ഇടിവിലും. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.57% ഉയർന്നപ്പോൾ HDFC ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തു. ഡോക്ടർ റെഡ്ഡി 0.28% ഇടിവിലുമാണ് ക്ലോസ് ചെയ്തത്. ഇന്നലെ യൂറോപ്യൻ വിപണി ക്ലോസ് ചെയ്യുന്നത് മിക്സഡ് ആയിട്ടായിരുന്നു. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന മറ്റ് ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.86% നേട്ടത്തിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.21% നേട്ടത്തിൽ. ഹോങ്കോങ് മാർക്കറ്റ് 0.15% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. തായ്വാൻ മാർക്കറ്റ് 0.74% നേട്ടത്തിലാണുള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,882 എന്ന നിലയിൽ 54 പോയിന്റ്സ് ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 50 പോയിന്റ്സിന്റെ ഒക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഓണത്തിനോടനുബന്ധിച്ചിട്ട് ഇപ്പോൾ 55% ഡിസ്കൗണ്ടോട് കൂടിയാണ് 3 മാസത്തേക്കുള്ള നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്ന ഓഫറായിട്ട് നമ്മൾ നൽകിയിരിക്കുന്നത്. എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ ഈ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം ബയോകോൺ എന്ന കമ്പനിയാണ്. US FDA അതിൻ്റെ ബാംഗ്ലൂരു യൂണിറ്റ് പരിശോധന പൂർത്തീകരിച്ചു. 5 ചെറിയ നിരീക്ഷണങ്ങളാണ് പുറപ്പെടുവിച്ചത്, ഗൗരവമുള്ളതല്ല. അടുത്തത് സൈഡസ് ലൈഫ് സയൻസ്. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിൽ ഉപയോഗിക്കുന്ന US ജനറിക് മരുന്നിനായി ഡച്ച് കമ്പനിയായ സിന്തണുമായി സൈഡസ് ലൈഫ് സയൻസ് സബ്സിഡറി ഒരു കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞു. അടുത്തത് വരുൺ ബിവറേജസ് എന്ന കമ്പനിയാണ്. VC കൂളറുകൾക്കും റെഫ്രിജറേഷൻ ഉപയോഗങ്ങൾക്കുമായി ഇന്ത്യയിൽ ഒരു പുതിയ സംയുക്ത സംരംഭം കമ്പനി ആരംഭിക്കും. അടുത്ത് ഇൻഡോടെക് ട്രാൻസ്ഫോമർ എന്ന കമ്പനി 9 വലിയ ട്രാൻസ്ഫോമറുകൾക്കായി 78.39 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. മറ്റൊരു കമ്പനി ഭാരത് ഫോർജ് ആണ്. ആന്ധ്രാപ്രദേശിൽ പ്രതിരോധ
വെടിക്കോപ്പ് സമുച്ചയം സ്ഥാപിക്കുന്നതിനായി സബ്സിഡറി 950 ഏക്കർ ഏറ്റെടുത്തിരിക്കുന്നു. യാഷോ ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയാണ് അടുത്തത്. ഒരു ആഗോള ബഹുരാഷ്ട്ര കമ്പനിയുമായി ദീർഘകാല, അതായത് 15 വർഷത്തേക്ക് വിതരണ കരാറിൽ കമ്പനി ഏർപ്പെട്ടു കഴിഞ്ഞു. മറ്റൊരു കമ്പനി സോട്ട ഹെൽത്ത് കെയർ ആണ്. ഇക്വിറ്റി QIP വഴി 500 കോടി രൂപ വരെ സമാഹരിക്കാൻ കമ്പനി പദ്ധതിയിടുന്നു. അടുത്തത് RPP ഇൻഫ്ര പ്രൊജക്ട്സ് എന്ന കമ്പനിയാണ്. മഹാരാഷ്ട്രയിലെ റോഡ് പദ്ധതിയിൽ 134 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനി നേടി. ഇനി ഇന്നത്തെ FIDA ആക്ടിവിറ്റി നോക്കാം. FIS ഇന്നലെ 106 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തത്. അതായത് അവരുടെ സെല്ലിങ്ങിൽ വലിയ കുറവാണ് ഇന്നലെ വരുത്തിയിരിക്കുന്നത്. DIS ആവട്ടെ 2233 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് തിരുവോണമൊക്കെ ആയതുകൊണ്ടാണ് വളരെ ചുരുക്കി ഒരു പോഡ്കാസ്റ്റ് രൂപത്തിൽ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്ത ഡെയിലി മാർക്കറ്റ് ന്യൂസ് മുതൽ നമ്മൾ ചെയ്യുന്നതാണ്. ഇന്ന് മാർക്കറ്റിലേക്ക് കുറച്ച് സമയം മാത്രം ചെലവഴിച്ച് കൂടുതൽ സമയം നമ്മുടെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ ശ്രമിക്കുക. ഇനി കൂടുതലായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബിഗിനേഴ്സിനായിട്ടുള്ള ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആ കോഴ്സിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.